അനന്തര വിശുദ്ധർ ഏപ്രിൽ 18 വിശുദ്ധ ഗാൾഡിൻ. കാത്താരി മാനിച്ചീസ് മതവിരുദ്ധ സിദ്ധാന്തങ്ങളെ ചെറുത്തു തോൽപ്പിച്ച മിലാനിലെ വിശുദ്ധ ഗാൾഡിൻ. ഇറ്റലിയിൽ മിലാനിലെ ഡെല്ലാ സ്കാല എന്ന പ്രഭുകുടുംബത്തിലായിരുന്നു ഗാൾഡിൻ ജനിച്ചത്. പഠനത്തിലും വിശ്വാസ ജീവിതത്തിലും ഏറെ ഉത്സുകനായിരുന്ന ഗാൾഡിൻ പൗരോഹിത്യം നേടി അധികം വൈകാതെ മിലാൻ അതിരൂപതയുടെ ചാൻസലറായി. 1159 അഡ്രിയാൻ നാലാമൻ മാർപ്പാപ്പയുടെ മരണത്തോടെ അലക്സാണ്ടർ മൂന്നാമൻ അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. എന്നാൽ 5 കർദിനാൾമാർ കൂടിച്ചേർന്ന് ഗൂഢാലോചന നടത്തുകയും ഒക്ടോവിയൻ്റെ സഹായത്തോടെ മതപരമായ ഭിന്നിപ്പിന് തുടക്കമിടുകയും ചെയ്തു. ചക്രവർത്തിയായിരുന്ന ഫ്രെഡറിക് ഒന്നാമൻ സഭയുമായുള്ള കലഹം നിമിത്തം സഭയുടെ വരുമാനം പിടിച്ചടക്കുകയും മെത്രാന്മാരുടെ നിയമനങ്ങളിൽ ഇടപെടുകയും ചെയ്തു. കൂടാതെ ഫ്രെഡറിക് ഒന്നാമൻ വിക്ടർ എന്ന പേരോടുകൂടിയ ഒക്ടാവിയനെ അനൗദ്യോഗിക മാർപ്പാപ്പയായി അവരോധിച്ചു. എന്നാൽ മിലാൻ നഗരം യഥാർത്ഥ പാപ്പയായ അലക്സാണ്ടർ മൂന്നാമനെ പിന്തുണയ്ക്കുകയാണ് ചെയ്തത്. ഇതേ തുടർന്ന് ചക്രവർത്തി 1161 മിലാനെ ആക്രമിച്ചു. 1162 നഗരം ഫ്രെഡറിക് ചക്രവർത്തിക്ക് കീഴടങ്ങി. പ്രതികാരദാഹിയായ ചക്രവർത്തി മിലാൻ നഗരത്തെ നിലംപരിശാക്കി. മെത്രാപ്പോലിത്തയായിരുന്ന ഹ്യൂബർട്ട് 1166 മരണപ്പെടുകയും വിശുദ്ധ ഗാൾഡിൻ അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. പുതിയ ഇടയൻ ദുഃഖിതരായ വിശ്വാസ സമൂഹത്തിന് ഏറെ ധൈര്യം പകർന്നു. മാത്രമല്ല, മതഭിന്നിപ്പിനെതിരായി അദ്ദേഹം തൻ്റെ സ്വാധീനം വളരെ വിജയകരമായി ലംബാർഡി മുഴുവൻ പ്രയോഗിച്ചു. മിലാൻ നഗരത്തെ പുനർനിർമ്മിക്കുവാനുള്ള ഒരു ഉടമ്പടിയിൽ ലംബാർഡിയിലെ ജനങ്ങൾ മുഴുവൻ ഒപ്പുവെച്ചു. നഗരഭിത്തിയുടെ നിർമ്മാണം പൂർത്തിയായപ്പോൾ നഗരവാസികൾ വളരെ സന്തോഷപൂർവ്വം 1167 ഏപ്രിൽ 27 മിലാനിലേക്ക് തിരികെ വന്നു. ഇതറിഞ്ഞ ചക്രവർത്തി മിലാനിലേക്ക് വീണ്ടും തൻ്റെ സേനയെ അയച്ചു. എന്നാൽ ഇത്തവണ അദ്ദേഹത്തിന് ദയനീയ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു. ഈ പടനീക്കത്തിൽ ലംബാർഡി, വെനീസ്, സിസിലി തുടങ്ങി ഇറ്റലിയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും അദ്ദേഹത്തിനെതിരായി നിലകൊണ്ടു. തുടർന്ന് ചക്രവർത്തി മാർപ്പാപ്പയുമായി വെനീസിൽ ഒരു കൂടിക്കാഴ്ചയ്ക്ക് സമ്മതിക്കുകയും മതഭിന്നത ഉപേക്ഷിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുകയും ചെയ്തു. അങ്ങനെ 1177 അദ്ദേഹം സഭയുമായി സമാധാന ഉടമ്പടിയിൽ ഏർപ്പെട്ടു. ഈ പ്രതിസന്ധികൾക്കിടയിലും വിശുദ്ധ ഗാൾഡിൻ വിശ്രമമില്ലാതെ സുവിശേഷം പ്രഘോഷിക്കുകയും ദരിദ്രരെ സഹായിക്കുകയും ചെയ്തു പോന്നു. വിശുദ്ധൻ്റെ ഹൃദയത്തിൽ പ്രഥമ സ്ഥാനം ദരിദ്രർക്കായിരുന്നു. മറ്റുള്ളവരുടെ സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും വിശുദ്ധൻ തൻ്റേതായി കരുതുകയും അവർക്ക് വേണ്ട കാരുണ്യപ്രവർത്തികൾ ചെയ്യുന്നതിൽ സമയം കണ്ടെത്തുകയും ചെയ്തു. കത്താരി, മാനിച്ചീസ് തുടങ്ങി മതവിരുദ്ധ സിദ്ധാന്തങ്ങളെ തെറ്റാണെന്ന് ഗാൾഡിൻ തെളിയിച്ചു. അവസാന നാളുകളിൽ ഏറെ ക്ഷീണിതനായിരുന്നിട്ട് പോലും വിശുദ്ധ കുർബാന മധ്യേ വളരെ തീക്ഷ്ണതയോടുകൂടി സുവിശേഷം പ്രഘോഷിച്ചു. അങ്ങനെ 1176 ഏപ്രിൽ 18 പ്രസംഗവേദിയിൽ വെച്ച് വിശുദ്ധ ഗാൾഡിൻ ഈ ലോകത്തോട് വിട പറഞ്ഞു. നിരവധി അത്ഭുതങ്ങൾ അദ്ദേഹത്തിൻ്റെ പേരിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മിലാനിലെ പുരാതന ആരാധനാക്രമങ്ങളിലും പ്രാർത്ഥനാക്രമങ്ങളിലും റോമൻ രക്തസാക്ഷിത്വ പട്ടികയിലും വിശുദ്ധൻ്റെ നാമം പ്രത്യേകം പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്.